ഹക്കീം ഫൈസി യാദൃശ്ശേരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി SKSS നേതാവ് സത്താർ പന്തല്ലൂർ. ഹക്കീം ഫൈസിയുടെ പതനത്തിന്റെ തുടക്കമാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ എന്ന് സത്താർ പന്തല്ലൂർ പറഞ്ഞു. സമസ്തയെ ധിക്കരിച്ച് മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യം. CIC സ്ഥാപനങ്ങളുടെ വളർച്ച സമസ്തയുടെ പേരിലാണ് എന്നും തണലിലാണെന്നും സത്താർ പന്തല്ലൂർ പറയുന്നു. സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാർ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആ ദൗത്യം അത് കൊണ്ടു നടന്ന ആളുകൾ വളരെ തന്ത്രപരമായി, വളരെയധികം വഞ്ചനാപരമായ കബളിപ്പിക്കലിലൂടെ ചില അപകടകരമായ തലങ്ങളിലേക്കുള്ള ചില കള്ളക്കളികൾ അവിടെ നടത്തി. ഞാൻ ആദരിക്കുന്നു എന്ന് പറയുന്ന, അങ്ങനെയാണല്ലോ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിം ലീഗിനെ മാനിക്കുന്നവരാണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്താണ് താല്പര്യം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഈ വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ കത്തുന്ന ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് അരുൺ അമൃതനാഥാണുള്ളത്. അരുൺ, ഹക്കീം ഫൈസിക്കെതിരെ സത്താർ പന്തല്ലൂരിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. ഹക്കീം ഫൈസി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിലപാടും വ്യക്തമാക്കിയിരുന്നു. എങ്ങോട്ടാണ് ഈ വിവാദം പോകുന്നത്? സമസ്തയിലെ വിവാദം ഒരു രീതിക്കും കെട്ടടങ്ങുന്നില്ല എന്നതിന്റെ ഉദാഹരണം എന്നോണമാണ് കൂടുതൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വാക്പ്രതിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിലിപ്പോൾ ലീഗ് ഒരു മീഡിയേറ്റർ റോളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ലീഗുമായി ബന്ധപ്പെട്ട സമസ്തയുടെ അഭിപ്രായ ഭിന്നതകൾ എന്നായിരുന്നു ഒരാങ്കിളെങ്കിൽ ഇപ്പോൾ സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെയുള്ള ഒരു തർക്കം തീർക്കാൻ ലീഗ് കാര്യങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഹക്കീം ഫൈസി യാദൃശ്ശേരി ഒരു വാർത്താ സമ്മേളനം നടത്തി സമസ്തയിൽ ഒരു ശുദ്ധീകരണം വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിൽ ജിഫ്രി തങ്ങൾ തന്നെ ഒരു പരോക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴാണ് SKSSFന്റെ സത്താർ പന്തല്ലൂർ കൂടി ഹക്കീം ഫൈസി യാദൃശ്ശേരിക്കെതിരെ തീർച്ചയായും ഇപ്പൊ എന്തായാലും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വാർത്താ സമ്മേളനം നടത്തും, മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം എന്തെങ്കിലും പരാമർശം നടത്തുന്നു.